അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർ വേണ്ട അല്ലേ. അല്ലാത്തവർ സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ തുടരും അതുപോലെ തന്നെ മറ്റനേകം ചിത്രങ്ങൾ റിലീസായ ആഴ്ച തന്നെയായിരുന്നു. അങ്ങനെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഗംഭീരമായ വിജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോഴും ചിത്രം അതിൻ്റെ ഓട്ടം തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ജൈത്രയാത്ര തുടങ്ങുന്നതാണ്, അശ്വമേധമാണ്. പിടിച്ചു കിട്ടാൻ ഇപ്പോഴും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം. കാര്യം കളക്ഷന് യാതൊരുവിധ മാറ്റവും ഇല്ലാതാണ് തുടരുന്നത്. നമ്മളായാലും അതുപോലെ വർക്കിംഗ് ഡേ ആണെങ്കിലും എല്ലാം ഒരേപോലുള്ള എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനൊരു പ്രതിഭാസം കണ്ടിട്ടില്ല എന്നത്. അതുപോലെയുള്ള ഒരു തുടക്കം. ചില ചിത്രങ്ങൾ വർക്കിംഗ് ഡേ ആകുമ്പം വൈകുന്നേരമൊക്കെ കളക്ഷൻ ഇച്ചിരി കൂടുമെങ്കിലും ബാക്കിയുള്ള സമയത്തൊക്കെ കളക്ഷൻ കുറവായിരിക്കും. ഇത് അങ്ങനെയൊന്നുമുള്ളൊരു മാറ്റമില്ല. ഇപ്പം മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും 13 ദിവസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ കൂടിക്കൊണ്ടേയിരിക്കുക. അതാണ് അവസ്ഥ. കാരണം ഈ ചിത്രം നേടിയത് കേരളത്തിൽ നിന്ന് 4,65,00,000 രൂപയാണ്. ആദ്യമായിട്ട് 5 കോടിക്ക് താഴെ വന്ന ദിവസമായിരുന്നു. 4,65,00,000 ഇന്നലെ ഈ ചിത്രം നേടിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 4 കോടിയാണ് ഇത് ആവറേജ് ഇനിയും നേടാൻ പോകുന്ന എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്നലെ കൊണ്ട് ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 75,90,00,000 ഏകദേശം 76 കോടിയോളം നേടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് കൊണ്ട് ഈ ചിത്രം 80 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. 80 പിന്നിട്ട് കഴിഞ്ഞാൽ 89 കേവലം 9 കോടി മാത്രം. 39 കോടി പറഞ്ഞത് മനസ്സിലായല്ലോ. 2018 റെക്കോർഡ് അത് തകർക്കുക എന്നുള്ള ലക്ഷ്യം എമ്പുരാന് സാധിക്കാത്തത് തുടരുമെന്ന ചിത്രത്തിലൂടെ നമ്മൾ സാധിക്കുന്നു, ലാലേട്ടൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത. അപ്പോൾ ഇൻഡസ്ട്രി ഗീറ്റിലേക്കുള്ള കുതിപ്പിൽ തന്നെയാണ് ലാലേട്ടൻ. അപ്പോൾ അതിന് 80 കോടി ഇന്ന് ഏകദേശം നിശ്ചയമായിട്ടും ഉറപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കളക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയത് 173,25,00,000 രൂപയാണ്. ഓവർസീസിൽ നിന്ന് 80,60,00,000. ഇന്ത്യയിൽ നിന്നൊട്ടാകെയായി 92,65,00,000. ആ 92,65,00,000 എങ്ങനെ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. കർണാടകത്തിൽ നിന്ന് 6,73,00,000, ആന്ധ്രയിൽ നിന്ന് 2,88,00,000, തമിഴ്നാട്ടിൽ നിന്ന് 3,45,00,000, കേരളത്തിൽ നിന്ന് 75,90,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 3,69,00,000. അങ്ങനെയാണ് 173,25,00,000. അപ്പോൾ ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു 8-9 കോടി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്നുകൊണ്ട് ഈ ചിത്രം 181 കോടിയിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് നിശ്ചയമായിട്ട് ഉറപ്പിക്കാം. തുടരും ചിത്രത്തിൻ്റെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. തുടരും ചിത്രം ഇന്നും മികച്ച ബുക്കിങ്ങൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 6,820 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിത്രം റിലീഫ് ആയതിനു ശേഷം ഇത്രയും ദിവസം ആയി പല പുതിയ ചിത്രങ്ങളും വന്നു. അപ്പോഴും ഇന്ത്യയിലെ ടിക്കറ്റ് വിൽപ്പനയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തുടരും എന്ന ചിത്രം തന്നെയാണ്. 6,820 ടിക്കറ്റ് വിറ്റ് പോകും. അപ്പോൾ ബാക്കിയുള്ള ചിത്രങ്ങളും കൂടെ ഒന്ന് നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. രണ്ടാമതായിട്ട് നോക്കുന്നത് നമ്മുടെ അടുത്ത പ്രദേശമായ സൂര്യയുടെ ഇഷ്ടപ്പെടാത്തവർ, മലയാളികൾ ഒത്തിരി പേര് സൂര്യ ഇഷ്ടപ്പെടുന്നവർ, സൂര്യയുടെ റെട്രോയെ പറ്റി എന്താ കിട്ടുന്ന വിവരം എന്ന് നോക്കാം. റെട്രോ ഇന്നലെ കളക്ട് ചെയ്തത് 2,35,00,000 രൂപ മാത്രമാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ഹൈപ്പിൽ വന്നൊരു ചിത്രം തികഞ്ഞ പരാജയമാകുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ റെട്രോ 78 കോടി ആണ് ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് ഈ ചിത്രം 23,10,00,000, ഇന്ത്യയിൽ നിന്ന് 54,90,00,000 ഇത് കളക്ട് ചെയ്തത്. അങ്ങനെ 78 കോടി ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഈ ചിത്രം ഞാൻ എപ്പോഴും പറയുന്നു, ഒരു കറുത്ത കുതിരയാകാനുള്ള പുറപ്പാട് തന്നെയാണ്. ഇന്നലെ റെട്രോയെ മറികടന്ന് 2,40,00,000 നേടി
ഇത് റെട്രോയുടെ മുന്നിലെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്നൊരു സംഗതി. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 19 കോടി നേടി. ഓവർസീസിൽ നിന്ന് 4 കോടിയും ഗ്രോഫ് കാണിക്കുന്നത് 14 കോടി 80 ലക്ഷവുമാണ്. അങ്ങനെ 19 കോടി. ഹിറ്റ് 3 ഞാനി അവതരിപ്പിച്ച ഹിറ്റ് 3യുടെ കളക്ഷൻ ഇന്നലെ കുറവായിരുന്നു. 2 കോടി 61 ലക്ഷം മാത്രമേ ഉള്ളായിരുന്നു. ഹിറ്റ് 3 88 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 26 കോടി 60 ലക്ഷം. ഇന്ത്യ ഗ്രോഫ് 65 കോടി 90 ലക്ഷം. അതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് റെയ്ഡ് 2 അജയ് ദേവ്ഗണിൻ്റെ ചിത്രം. ഇന്നലെ 7 കോടി ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 118 കോടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. ഓവർസീസിൽ നിന്ന് 16 കോടി, ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 102 കോടി. അങ്ങനെ 118 കോടി ഇത് ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം നൽകുന്ന വാർത്തകളാണല്ലോ ഇതെല്ലാം തന്നെ. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് ഇത്രയും ദിവസമായിട്ടും തുടരുമെന്ന ചിത്രം തന്നെയാണ് കളക്ഷനിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ ചിത്രങ്ങളും 2 കോടി 3 കോടിയിലേക്കൊക്കെ എത്തുന്നു. പക്ഷേ തുടരുമെന്ന ചിത്രം മാത്രം വേൾഡ് വൈഡായിട്ട് ഇപ്പോഴും 10 കോടിക്കടുത്തുള്ള തുക നേടുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം അല്ലേ. ബാക്കി 25-ാം തീയതി റിലീസായും ബാക്കി എല്ലാ ചിത്രങ്ങളും 1-ാം തീയതിയാണ് റിലീസ് ചെയ്ത്. എന്നിട്ട് പോലും ഇത് തുടരും എന്ന ചിത്രത്തിനോടൊപ്പം എത്താൻ ഈ മറ്റു ചിത്രങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് നല്ലതല്ലേ. ഒരു മലയാള സിനിമ ഈ ലെവലിൽ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആഴ്ചകൾ പുതിയ റിലീഫുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം പുതിയ റിലീഫ് ഉണ്ടാകുമ്പോൾ തുടരും എന്ന ചിത്രത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാ ഫാമിലി മൂഡിൽ തന്നെയാണ് ചിത്രങ്ങളെല്ലാം ഇറക്കുന്നത്. ആസിഫ് അലിയുടെയും ദിലീപിൻ്റെയും അശോകനും ഒക്കെ ആണെങ്കിലും പക്ഷേ ഇത് ഈ തുടരും കിട്ടിയ ഹൈപ്പ് മറ്റു ചിത്രങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇത് ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയ ചിത്രമാണ്. അത് ആൾക്കാരെ ആഘോഷിക്കുകയാണ്, അറുമാദിക്കുക എന്ന് പറയത്തില്ലേ, ആ ലെവലിലാണ് നമ്മൾ തിയേറ്ററിലൊക്കെ എടുത്തു നോക്കിയാലും ബുക്കിംഗ് എടുത്തു നോക്കിയാലും ഫാമിലികളോട് സംസാരിക്കാനും എല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം, ലാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി, അത് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ അവധിക്കാലം തുടരും എന്ന ചിത്രത്തിനോടൊപ്പം തന്നെയാണ് എല്ലാവരും. തിയേറ്റർ ഉടമകളും പറയാറുണ്ടായിരുന്നു, തുടരും റിലീസ് ചെയ്ത തിയേറ്ററിലൊന്നും ഈ അവധിക്കാലം മാറ്റുന്നതേ ഇല്ല, മെയ് 30 വരെ ഈ ചിത്രം തന്നെയായിരിക്കും ഓടുന്നത് എന്ന് അവർ പറഞ്ഞത് ഏകദേശം കൃത്യമായിട്ട് വരുന്നു. അപ്പം തുടരും ഏത് ലെവൽ വരെ കളക്ഷൻ എത്തും എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കിക്കാണാനുള്ളൂ. എമ്പുരാനെ മറികടന്ന് 266 കോടി എന്ന എമ്പുരാനെ മറികടക്കുമോ എന്നുള്ളത് മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം.